സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പി യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഞാൻ തയ്യാറാക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെങ്കിലും ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ടൊന്നും അത് ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നേരെ കിച്ചണിലോട്ട് അങ്ങോട്ട് പോവാം. ആരെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം, അത് വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. എല്ലാവർക്കും സുഖം എന്നുള്ള വിശ്വാസമുണ്ട്. എന്താണെന്ന് ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണങ്ങാനുള്ളതൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നേരെ കിച്ചണിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ 4 കശുമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കശുമാങ്ങയുടെ എന്താ പറയുക, കശുവണ്ടിയൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഖദീജ റഹ്മാൻ തന്നതാണ് കേട്ടോ ഈ കശുമാങ്ങ. അവരുടെ ആരോ കൊണ്ടുവന്ന് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഒന്നും ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇല്ല കശുമാങ്ങ, ഞങ്ങൾ ആദ്യം താമസിച്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിതിങ്ങനെ ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഞാനിതുപോലെ അങ്ങോട്ട് ഇതിൻ്റെ കറുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട്, അപ്പോൾ അത്യാവശ്യം ഞാൻ ഇത്തിരി നല്ലോണം പഴുത്ത പോലത്തെ കശുമാങ്ങയാണേ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കണ്ടിച്ചെടുക്കണം. ഇതിൻ്റെ കറുപ്പ് കളയണം. രണ്ട് ദിവസമായിട്ട് എനിക്ക് തന്നിട്ട്, പക്ഷെ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കരുന്ന്. അപ്പോൾ ഞാനിത് ഫുള്ളും ഞാനിതുപോലെ ഒന്ന് ചെത്തി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ കശുമാങ്ങ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഈ കശുമാങ്ങ നമുക്ക് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് താക്ക് ഇത് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് ആരും ചെയ്തിട്ടില്ല എന്നാ പറയണത്. താക്ക് തന്നെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ചെയ്ത് നോക്കിയിരുന്നപ്പോ ഇതിന്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അതിന്റെ തീയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത് യൂട്യൂബിൽ നിന്ന്. അപ്പൊ ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ല, ഇതപ്പോൾ നല്ലപോലെ ഇതൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത്, അപ്പോൾ യൂട്യൂബിൽ താക്ക പറഞ്ഞ പോലെ തന്നെ ഞാനും നോക്കിയതാണ്. ഇതിലോട്ട് നമുക്ക് ഒത്തിരി പുളിയുള്ള തൈരല്ല, ഒരു കുറച്ച് പുളിയുള്ളൂ, എന്നാലും അത്യാവശ്യം പുളിയുണ്ട്. ഇതിൽ കിടന്നിട്ട് ഒന്ന് നല്ല പോലെ ഒന്നും കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് ആയി വരണം. അപ്പം ഞാൻ തൈര് പിന്നെ മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തൈരും കൂടി ഇതിൽ കിടന്നിട്ട് അടിച്ച് ഇത് ഒന്നും കൂടി ആയിട്ട് വരട്ടെ. നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറിയതാണ്, അതേപോലെ ഒരു പിഞ്ച് നല്ല ജീരകം, അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, പിന്നെ ഒരു 2 അല്ലി ചുമന്നുള്ളി. ഇതെല്ലാം കൂടി നല്ല പോലെ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഞാനൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ തൈരൊക്കെ ഒഴിച്ച് നമ്മൾ എന്താ പറയുക, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ആയപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കശുമാങ്ങ നല്ല പഴുത്ത കശുമാങ്ങ ഇരിക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ഞാൻ ഈ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരക്ക് പകരം എന്താണ് ശർക്കരയുടെ പാനി ഉണ്ടെങ്കിൽ അത് ശർക്കരയുടെ ആണെങ്കിലും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് പോലെ തന്നെ വരും. അപ്പോൾ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് അല്ല, കശുമാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു
എന്താ പറയുക, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. അപ്പം ഞാനൊരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുറച്ച് കൂടിയിട്ടുണ്ടാവും, ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണല്ല, 1 ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ഞാനൊരു 1/4 ടീസ്പൂണോളം കൂടി ഉലുവിട്ടിട്ടുണ്ട്. മൊത്തറില്ല പോയി എൻ്റെ. അതേപോലെ തന്നെ ഒരു വറ്റൽമുളക് ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇടാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഞാനത് വിട്ടുപോയതാണ്. കറിവേപ്പില നിങ്ങൾ വിചാരിക്കുന്നതാണ് എന്താണ് ആമിനത്തെ കറിവേപ്പില ഇടാത്തതെന്ന്, അത് വിട്ടുപോയതാണ് സത്യത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു കറി വെക്കണത്. എന്നോട് ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് പറഞ്ഞത്, ജ്യേഷ്ഠത്തെയാണ് പറഞ്ഞത്. അപ്പം ഇതൊന്ന് അടച്ചു വെക്കാം. കശു മാങ്ങ കൊണ്ട് നമുക്കിങ്ങനെ കറി ഉണ്ടാക്കാം, പുളിശ്ശേരി ഉണ്ടാക്കാം, എരിശ്ശേരി അല്ല തീയലൊക്കെ ഉണ്ടാക്കാം. അത് ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം ഒന്നുകൂടി. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന നമ്മളുടെ ഈ കടച്ചക്ക കൊണ്ടുള്ള എരിശ്ശേരി, ഈ കടച്ചക്കല്ല സോറി കശുമാങ്ങ കൊണ്ടുള്ള ഈ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പഴുത്ത കശുമാങ്ങ, നല്ല ടേസ്റ്റുള്ള കശുമാങ്ങ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായങ്ങളൊക്കെ. പിന്നെ ഇത് ആരെങ്കിലും ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആമിനത്താര കമൻറ്റ് ബോക്സ് ഇടാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആമിനത്താത്ത. ഓക്കെ ബൈ, താങ്ക് യു.